നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇൻട്രോ പറയാൻ വേണ്ടി. ബാക്കി നേരത്തെ എന്ന് പറയാൻ ആരുമില്ല. പിന്നെ മാളക്കുട്ടിയും ചേച്ചിയും കൂടെ ഷോപ്പിംഗ് ഒക്കെ തുടങ്ങി. ഈ വട്ടം ചേച്ചി ലീവിന് വരുന്നുണ്ടെന്ന് തോന്നുന്നു. സംസാരമൊക്കെ കേട്ടിട്ട് അറിയത്തില്ല. നമ്മളോട് വിളിച്ചപ്പോൾ ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരായിട്ടൊക്കെ കോൺടാക്ട് ഉണ്ടല്ലോ. അപ്പം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചേക്കണം, വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. എന്നു വെച്ചാൽ അവിടെ കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഒരുപാട് ദിവസമില്ല, മാളക്കുട്ടി 10-13 ദിവസം കൂടെ കാണുമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പം ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ്. നേരെ പോയി വീഡിയോ കണ്ടിട്ട് വായു. സാധനം മേടിക്കാൻ പോയിട്ട് കാലിക്കവർ ഓട്ടണോ വരുന്നേ? ഓട്ടോയുടെ അകത്ത് കിടന്നു. ഓട്ടോയുടെ അകത്ത് കിടന്ന 2 കവർ എന്നേലും മേടിക്കുന്നതേ കവർ നോക്കുമ്പോൾ കാണത്തില്ല. അപ്പൊ 3-4 ദിവസമായിട്ട് ഈ ഒരൊറ്റ ചുരിദാറല്ലേ നടക്കുന്നത് കേട്ടോ. മാറണേ ഇല്ല. അതാ പറയണ, ഒരു ചുരിദാർ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കീറണവരെ അതേ ഇടുള്ളൂ. അതെ, മാറ്റി പോയി ഞാൻ തന്നെയല്ലേ അലക്കുന്നേ. എല്ലാം അങ്ങോട്ട് ചവിട്ടി മാറ്റിയിട്ടാലേ അലക്കാൻ ഞാൻ തന്നെയുള്ളൂ, വേറെ ആരുമില്ല. പൈസ കൊടുത്തോ? പൈസ കൊടുത്തോ? പാറപ്പൊടിയൊക്കെ എടുത്തതിന്റെ പൈസ കൊടുക്കാണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ വേണ്ടി അപ്പനും അമ്മയും കൂടെ പോയതായിരുന്നു. വെള്ളം കുടിക്കട്ടെ, ദാഹിക്കോ ഭയങ്കരമായിട്ട്. പപ്പായ അരിയൊക്കെ മേടിച്ചിട്ടുണ്ടോ? കൊച്ചു വിളിച്ചായിരുന്നു. എന്നെടുക്കോ ഏതാണ്ട് പരിപാടിയാ. ചേട്ടന്മാർക്ക് കടിഞ്ഞായിട്ട് കൊടുത്തില്ല ഞാൻ. ചെറുടി മേടിച്ചോ? ചായ തലേ കൂടെ ഒഴിക്കും, മാറി നിന്നോ. പുറത്തും കൂടെ നടന്നിട്ട് ഒരു അമ്മയോട് വഴക്കിടുവാ. ഒരാള് പണിക്കാർക്ക് 3 മണിക്ക് ചേട്ടന്മാർക്ക് കട്ടൻ ചായയും കടുങ്കാപ്പിയൊക്കെ കൊടുക്കുന്നതാണ്. ഇന്ന് താമസിച്ചു പോയി, കവലിക്കൊക്കെ പോയിട്ട് വന്നപ്പോ തന്നെ. രാജൻ എന്നോട് 2 വട്ടം ചോദിച്ചു, കടിഞ്ഞായ ഇല്ലേ? നമ്മൾ ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞു. അടിച്ചു കഴിഞ്ഞോ? വെള്ളം ഇല്ലാത്തോണ്ട് ആറ്റി പോണം, തുണി അലക്കാൻ പോണോ? ഇന്ന് 2 ബക്കറ്റ് തുണി കുറച്ച് വെച്ചിട്ടുണ്ട്. 2 ദിവസം അമ്പലത്തിലെ പരിപാടിയൊക്കെ ആയതുകൊണ്ടേ ആറ്റി പോകാൻ സമയം കിട്ടിയില്ല, പോയുമില്ലായിരുന്നു. ഇനിയിപ്പം ആറ്റിലൊന്ന് പോണം. എല്ലാമേ എത്ര? 5 പേര്. ഇതെന്നെ ഒരെണ്ണം കടിഞ്ചായ. ഒരു ചേട്ടന് കടിഞ്ചായ മതി, ഇത് അടിച്ചില്ല. അപ്പൊ എനിക്കില്ലേ? പയ്യൊക്കെ എടുത്തു തരാം, അവർക്ക് ആദ്യം കൊടുക്കട്ടെ. അവരല്ലേ വെയിലത്ത് നിന്ന് പണിയുന്നവരാ. ഞാനും അവരുടെ കൂടെയാണ് ഇത്ര നേരം മണ്ടയില്. ഞാനും വെയില് കൊണ്ട് കറുത്തു പോയി. എന്തായാലും ഇപ്പം രാവിലെ തൊട്ട് അവരല്ലേ പണിയുന്നത്, അതിന് അവർക്ക് മുൻഗണന കൊടുക്കണം. അവർക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് തരാം. കാണാൻ പോന്ന പോലെ ചെറുകടിയും പിടിച്ച്. ചൂടല്ലേ? കേക്കും ഉണ്ട് കേട്ടോ, ഇഷ്ടമുള്ള കഴിക്കട്ടെ. എല്ലാരും മണ്ടല. കഴിഞ്ഞ ദിവസം ബോണ്ട കൊണ്ടുവന്നപ്പോ ചേട്ടന്മാര് പറഞ്ഞറിയോ, എന്നും നിങ്ങളുടെ ബോണ്ട ഞങ്ങൾക്ക് വേണ്ടെന്നാ പറഞ്ഞ. അതുകൊണ്ട് നമുക്ക് ഇന്ന് വെറൈറ്റി മാറ്റി പിടിക്കാം. നമ്മൾ ഈ സൈഡൊക്കെ തേച്ച് കഴിഞ്ഞു കേട്ടോ. എന്താ ഇന്ന് എന്റെ വക ചെറുകടി ഉണ്ട് കേട്ടോ. പിറന്നാളാ ഇവിടുത്തെ ഇളയ കൊച്ചിന്റെ. അതുകൊണ്ട് ഞങ്ങള് കേക്കിന് പകരം ചെറുകടിയാക്കി. 2 പ്രാവശ്യം ഞാൻ നനയ്ക്കുന്നതായിരുന്നു. തിരി വൈകിട്ട് നട്ടാണ് നല്ലോടെ. മുരിഞ്ഞാലെന്നു വെച്ചാൽ ഇങ്ങനെ നടന്നു പോകും. നമ്മളിങ്ങനെ കൈക്ക് വെക്കുമ്പോഴേ പൊടിഞ്ഞു പോവല്ലേ? അങ്ങനെ പോകരുത്, നല്ല ഈ പൂക്ലാസും അതിന്റെ ഇപ്പുറത്തിരിക്കുന്ന മധുരയില്ലാതെയാ. അതിന് ചേർന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് ഗോപിച്ചാണ് പണി കിട്ടിയത്. ഇതിന് അരിതയൊക്കെ നല്ല പണിയാണ്. ഇവിടെ കുത്തി പിടിച്ചിരുന്നേക്കുണ്ട്. ഗോപിച്ചന്റെ ചെറിയൊരു ഐശൊക്കെ ഉണ്ട് കേട്ടോ, മുഖം കാണുമ്പോ വെയിൽ കൊള്ളുന്ന. വെയിലും ചൂടും പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇടയില്ലല്ലോ ഇത് തേക്കാൻ വേണ്ടി. കേറും അങ്ങോട്ട് കൊണ്ടിട്ട് ചവിട്ടിക്കളയല്ലേ? എനിക്ക് തോന്നുന്നത് കോമാങ്ങ, അതിന് മണമുണ്ട്. ഏതായാലും അവിടെ നിക്കട്ടെ. എന്നാ മാങ്ങയുടെ മണം?
റൊട്ടിമാവിൻ്റെ ഒരു മണം പോലെ വരുന്നുണ്ട്. എന്നാണല്ലോ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കാം. ഇതിൽ അവിടെ നിൽക്കട്ടെ. ഒറ്റ മാങ്ങായേ ഉള്ളൂ കേട്ടോ ഈ ഒരു മാവേല്. ചേട്ടന്മാരോട് ഞാൻ പറഞ്ഞു പറിച്ചേക്കല്ലെന്ന്. നിൽക്കുന്ന കാണുമ്പോളേ അതെ, പച്ച പറിച്ച് കടിച്ചു തിന്നുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഞാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പറിച്ചു തിന്നും. ഓ കൊച്ചു പിള്ളേരൊന്നും ഇവരുടെ കൂടെ ഇല്ല, എല്ലാം കിളവന്മാരാ, പല്ലൊന്നും ഇല്ലാത്ത, അതുകൊണ്ട് അവർ നിന്നോളൂ അവിടെ. കിളവന്മാരാണ്, പല്ല് വരുന്നേ ഉള്ളൂ. ഒരു ചേട്ടൻ വിളിച്ച് പ്രായമുള്ള ആ ചേട്ടനെ പറ്റി പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മടയാ. കോമഡി പരിപാടിയാ. ഇവരുടെ മാങ്ങ അത്യാവശ്യം മാങ്ങ ഉണ്ടതല്ലേ മേ? കേട്ടോ ചേട്ടാ, കൊച്ചിന്റെ പിറന്നാളിന്റെ ഭാഗമായിട്ടാ കേട്ടോ ചെറുകടി. കേക്ക് മേടിച്ച് തരണമെന്നാണ് പ്ലാൻ. ഞങ്ങളുടെ കൊച്ചിന്റെ പിറന്നാളാണ്, ഇളയതിന്റെ. അവര് ദുബായിൽ പിറന്നാൾ ആഘോഷിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ചെറിയൊരു ആഘോഷം വേണ്ട, നമുക്കൊരാഘോഷം വേണ്ടേ? വേണം. നീ പേടിപ്പിക്കൊന്നും വേണ്ട, അങ്ങനെയൊന്നും എനിക്ക് പേടിയില്ല. ഇറങ്ങ. പപ്പാനെ അപ്പ അമ്മേനെ മണ്ടലോട്ട് കയറ്റത്തേ ഇല്ല, അമ്മയ്ക്ക് ശ്രദ്ധ കുറവാന്നിട്ട്. നേരത്തെ മഴക്കാലം വരുന്നതിന് മുമ്പ് പെരയുടെ മണ്ടവശം തൂക്കാൻ വേണ്ടി കയറുമായിരുന്നു. തൂക്കാൻ വേണ്ടി ഇതിന്റെ മണ്ട കയറിയിട്ടുണ്ട്. പൊന്നും ഉണ്ടായിരുന്ന സമയത്ത് അവളാണ് കൂടുതലും കയറി തൂത്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പം അവള് പഠിക്കാൻ പോയി കഴിഞ്ഞപ്പം ഞാൻ കയറി തൂക്കുമായിരുന്നു. അതുകൊണ്ട് പെരയുടെ മണ്ട കയറാൻ പേടിയൊന്നുമില്ല. ഇവിടെയൊക്കെ തേച്ച് സെറ്റാകേ, ഇതൊക്കെ തേച്ചോണ്ടിരിക്കുന്നു. ഇനി അപ്പുറം അപ്പുറം സൈഡിലോട്ടൊക്കെ തേക്കാനുണ്ട്. അല്ല, അമ്മ ചെരുപ്പ് ഇടാതല്ലേ വന്നേ? ഓർമ്മയൊന്നും ഇല്ലേ? അച്ചാടാ പാവണ്ടേ, ഒരാള് പണിക്ക് പോയതാ കേട്ടോ. പണിക്ക് പോയിട്ട് വന്നതാണ് ചോറിന്. ഭയങ്കര വെയിലാ, വെയിൽ കൊണ്ട് ഒരു രക്ഷയില്ല. ആണോ? എന്റെ ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടോ? ഉടുപ്പ് മൊത്തം നനഞ്ഞു കുതിർന്ന് വേർത്ത് കുളിച്ചു. ചേമ്പലയോ? ചേമ്പല ആ വഴി നിന്നാണേ, നമ്മുടെ കോഴിക്ക് കൊടുക്കാലോന്ന് ഓർത്തോണ്ട് ഞാൻ പറിച്ചോണ്ട് വന്നതാ. അച്ചാടാ കണ്ടോ, കൊട്ടക്കകത്ത് മണ്ണ് വലിച്ചു കയറ്റുമായിരുന്നു നമ്മുടെ കുളത്തിൽ നിന്ന്. നമ്മുടെ കുളം പണിയാ കേട്ടോ. നമുക്ക് വലിയൊരു കുളമുണ്ട്, അതായത് നമ്മുടെ ഈ കണക്ഷൻ കാണുന്നുണ്ടോ, വെള്ള കണക്ഷൻ. അത് നമുക്ക് ഓരോ വീട്ടുകാർക്കും, നമ്മളൊരു 10-50 വീട്ടുകാരോളം ഉണ്ട് ഈ മേഖലയില്. എന്നിട്ട് അവർക്കെല്ലാം കുടിവെള്ളം എത്തിക്കുന്ന ഈ ഓസി കൂടെ. അന്നേരം ഈ വേനൊക്കെ ഭയങ്കരമായിട്ട് വെള്ളത്തിന് ക്ഷാമം വന്നു. അന്നേരം നമുക്ക് ചെറിയൊരു കുളം, അതിൻ്റെ അകത്ത് കുറച്ച് റിങ്ങും ഉണ്ട്, ഒരു 10-12 റിങ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള വെള്ളമായിരുന്നു നമ്മൾ അടിച്ച് എല്ലാ വീട്ടുകാർക്കും കൊടുത്തോണ്ടിരുന്നത്. ഇപ്പം നല്ല വെയിലായപ്പോഴത്തേന് കുറവായി, വെള്ളം പറ്റി തീർത്തങ്ങ് പറ്റിയില്ല. ഉള്ളത് എല്ലാവർക്കും ഇച്ചിരി അടിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇനിയിപ്പം പുതിയ റിങ് പണിത് വലിയ റിങ് ആക്കുക, സ്റ്റോറേജ് സ്പേസ് കിട്ടും, കൂടുതൽ വെള്ളം ആക്കാൻ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി റിങ് വലുതാക്കി അത് ഇറക്കുക. അന്നേരം നമ്മൾ ഈ 50 വീട്ടുകാർ കൂടി പൊതുപ്പണി വെച്ചിട്ടുണ്ട്. ഒരു വീട്ടുകാർക്ക് 3000 നടന്നു വന്നിട്ടേ ശ്വാസം മുട്ടിയിട്ട് വർത്താനം പറയാൻ പറ്റുന്നില്ല. അതായത് നമ്മുടെ ഉമ്മക്കയറ്റമില്ലേ, ആ കയറ്റം കയറി വരുമ്പോഴേ അറിയാം അതിന്റെ പാടെന്നാണ്. ഒരു വീട്ടുകാർക്ക് 3000 5-7 അങ്ങോട്ട് പണിയുണ്ട്. 2 ദിവസം നമുക്ക് വീട് പണി നിൽക്കുന്നതുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. പപ്പ ആണെങ്കിൽ ചേട്ടന്മാരുടെ കൂടെ പണിതുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്നലെ കട്ടപ്പനയ്ക്കൊക്കെ പോയിട്ട് വന്നിട്ട് താമസിച്ച വന്നേ. പിന്നെ ഇപ്പൊ ഞാൻ കുറേ വയ്ക്കാൻ പോകാൻ തുടങ്ങും ഉപ്പറയ്ക്ക്. നമുക്ക് നമ്മുടെ ബിസിനസ്സും ഉണ്ടല്ലോ ചെറിയ തോതില്. 1-2 ദിവസമായാലും നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോയി പങ്കെടുക്കണം. എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ കുടിക്കുന്ന വെള്ളമല്ലേ, എല്ലാരും കൂടെ സഹകരിച്ചാലല്ലേ അത് പെട്ടെന്ന് പണി തീർത്ത്. ഇനിയിപ്പം മഴയും വരും, അതിനിപ്പുറം പണി തീർത്ത് എല്ലാം ശരിയാക്കാൻ വേണ്ടിയാണ് എല്ലാ വീട്ടുകാരും സഹകരിക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരിയും പേർക്ക് പണിയൊക്കെ 3-4 പണിയൊക്കെ ആയി. നമുക്കിവിടെ പണിക്കാരും ചേട്ടന്മാരൊക്കെ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. എന്നിട്ട് അതിനുള്ള പൈസ നമ്മൾ കൊടുക്കും. പിന്നെ 2-3 ദിവസം ഇറങ്ങണമെന്ന് ഓർത്തോണ്ടാ. ഇനി മോന്റെ കൈയെല്ലാം ചുമന്നു കയറ് വലിച്ച് വലിയ കൊട്ടയല്ലേ, കൊട്ടക്കകത്ത് വലിച്ചു കയറ്റുമ്പോഴേ പാടാം. പണ്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട തൊഴിലുറപ്പിന് പോയി. അതെ അതെ, മറ്റേ മഴക്കുഴിയൊക്കെ 5 എണ്ണം കുത്തിന്റെ അടുത്ത് 4 എണ്ണം കുത്തിയിട്ട് പിന്നെ ഞാൻ പോയി 1 കുത്തി കൊടുക്കും, പാവല്ലേന്ന് ഓർത്തിട്ട്. ആട് വളർത്തും. ആടിനെ ഇപ്പം പപ്പ, ആടുണ്ടെങ്കിലും പപ്പയാണ് നോക്കുന്നത്, അമ്മനെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല.
ചേച്ചിക്ക് ജോലിയും കിട്ടി, നമുക്ക് യൂട്യൂബിൽ നിന്ന് ചെറിയൊരു വരുമാനം കിട്ടാൻ തുടങ്ങിയത് രണ്ടുപേരെ വീട്ടിൽ ഇരുന്ന് നമ്മള് പണിയാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. തൊഴിലുറപ്പും ആടിനെ വളർത്തി തുണി തയ്ച്ചും ഒക്കെ ഒത്തിരി പിന്നെ കൊറേ നാൾക്ക് ശേഷമാണ് ഇന്നൊരു പണിക്കിറങ്ങുന്നത്. വൈകിട്ട് ദേഹത്തൊക്കെ വേദനയായിരിക്കും. ഞാൻ പറഞ്ഞായിരുന്നു, ഇന്നലെ തന്നെ പപ്പായോട് ഞാൻ പറഞ്ഞായിരുന്നു കൊട്ട പപ്പ പിന്നെ എന്നും അതും ചെയ്ത് നടക്കുന്നത് കുഴപ്പമില്ല. പപ്പായ്ക്ക് ഇവിടെ നല്ല പണിയുണ്ട് കേട്ടോ. അതുകൊണ്ട് പപ്പ എത്തുന്ന പണിയുന്ന മണ്ണിയോടെ പപ്പായും ചേട്ടന്മാരുടെ കൂടെ. അതുകൊണ്ട് ഇന്ന് രാവിലെ എല്ലാം ഉണ്ടാക്കി പറക്കൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങ് ഇറങ്ങി. മുഖമൊക്കെ ചുമന്ന് വെളുത്തു. ഞാൻ പോയി ഐസ്ക്രീം മേടിച്ചോണ്ട് വരാവേ. ഞാൻ പോയി അയക്കട്ടെ, 1 മണി വരെ സമയമുള്ളൂ. എന്നിട്ട് നമ്മുടെ കുടിവെള്ളം എല്ലാം നല്ല രീതി ഭംഗിയായി പണിയെല്ലാം തീർന്നു. അമ്മ ഇപ്പൊ ഉഷപ്പിച്ച് വിളിക്കും പറയാ, മുണ്ടക്കയത്ത് ആൾക്കാര് വണ്ടിക്ക് വെള്ളം അടിപ്പിക്കുവാന്ന്. വെള്ളം എല്ലാം കൊണ്ട് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കണം കേട്ടോ. ഒരെണ്ണം തുന്നം പാടി വരുന്നുണ്ട്, തോറ്റ് തുന്നം പാടി. കുളമ്പണി കൈ കോമളച്ചു. വെള്ളം കുടിക്കാലോ അല്ലേ? അതെ, കയറേ പിടിച്ചു വലിക്കുമ്പോ കൈ കൊമളയ്ക്കും. കയറിനിങ്ങനെ പിടിച്ചു വലിച്ചോണ്ടിരിക്കും. എല്ലാവരുടെയും കൈ കൊമളയ്ക്കുകയും പൊട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പായും ഉടുപ്പൊക്കെ നോക്കി അപ്പായും പണിയാണ്. മണ്ണ് ഉപയോഗിക്കും സ്ഥിരവേ. അപ്പൊ മുളമ്പ കഴുകിയിട്ടുള്ളൂ. പപ്പയുടെ പണി ഡ്രസ്സാണിത്. ഇതാണ് ചൂടും കുറവ്. ചൂട് കുറവുണ്ട്. തണ്ണിമത്തങ്ങ് വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കുക. എന്നിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ കുളത്തിന്റെ പണി പൂർത്തീകരിച്ച് ഇഷ്ടം പോലെ വെള്ളം ആകാനും ഈ മേഖല താമസിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം പോലെ വെള്ളം കിട്ടാനും ഒക്കെ പ്രാർത്ഥിക്കണം. ഒത്തിരിയും പേരുടെ കഠിന അധ്വാനമുണ്ട്. ഞാൻ ഇന്ന് പോയപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവരെന്തോരം കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്നറിയോ. കുളത്തിന്റെ അകത്ത് പാറയും ഭയങ്കര കരിങ്കല്ലും ഒക്കെയാണ്. അതെല്ലാം കുത്തി പൊട്ടിച്ച് മണ്ണും വലിച്ചു പോയി കുത്തി ഇളക്കി. നമ്മുടെ ഈ മേഖലയിലെ എല്ലാവരും ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ ആയിരിക്കും എല്ലായിടത്തും എല്ലാ ജില്ലകളിലും ഉണ്ട് കേട്ടോ. ഉഷപ്പിച്ച് വിളിച്ചു പറയാം, എല്ലാ വീട്ടിലും വെള്ളം വണ്ടിക്ക് അടിക്കുവാന്ന്. ഉഷപ്പിച്ചിവിടെ വെള്ളം കുറഞ്ഞു വരുന്നെന്ന്. അപ്പം ഈ ഉണക്കല്ലേ, മഴയും പെയ്യുന്നതിന്റെ ഭയങ്കര വെയിലല്ലേ. ഇന്നലെ ചെറുതായിട്ട് മഴ തൂളി. അങ്ങനെ മഴ തൂളിയാണെങ്കിൽ നമുക്ക് വെള്ളം ആകില്ല. മഴ കണ്ടിന്യൂ ഒരു 3-4 ദിവസം പെയ്താലും നമുക്ക് വെള്ളം കിട്ടുള്ളൂ. വന്ന കാലം നിൽക്കും. ബാ പിന്നെ കാലും കയ്യെല്ലാം കുഴഞ്ഞു പോവാ. എന്നാ പോയിട്ട് വാ. 3 ബാക്കി ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ കൊണ്ട് അയച്ചായിരുന്നേ. ഇത് ഇന്നലെ അയക്കാൻ പറ്റില്ല, ബാക്കി സമയം കിട്ടിയില്ല. ഇത് അയക്കണം. ബാക്കിയുള്ളത് എടുത്തു വെച്ചേക്കും. ഇനി വൈകിട്ട് വന്നിട്ട് വേണം ബാക്കി. ഇവിടെ അടുത്തുള്ളതൊക്കെ ആണോ അതോ ദൂരത്തുള്ളതാണോ? ഇത് മറ്റേ ഈയിടെ ഒരു ചേച്ചി നമ്മുടെ ചെന്നൈയിൽ നിന്ന് വിളിച്ചായിരുന്നു. ആ ചേച്ചിയുടെ അയച്ചു കേട്ടോ. അതൊക്കെ അയച്ചു. അയച്ചല്ലേ? ഓർഡർ വരുന്ന എല്ലാം അയക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും പണിയും തിരക്കൊക്കെ ആണല്ലോ ചിലപ്പോ ഒരു 1-2 ദിവസം താമസം വരുള്ളൂ. അല്ലെ പിന്നെ സ്റ്റോക്ക് ഇല്ലാതെ കാരണം. ഇപ്പോഴാണേല് കൂപ്പൊടി സ്റ്റോക്ക് ഇല്ലായിരുന്നു. വെയിലായോണ്ടേ കൂപ്പൊടി നമ്മള് ഫ്രഷ് അല്ലേ വിൽക്കണേ. കൂപ്പൊടി കിട്ടാനില്ലായിരുന്നു. ഇപ്പൊ കൂപ്പൊടി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാളംപൊടി സ്റ്റോക്ക് ഇല്ലായിരുന്നു. വാളംപൊടി സ്റ്റോക്ക് വന്നു. ഇപ്പൊ ഏലക്ക മേടിക്കുന്നവര് മേടിച്ച് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. എന്താ വെച്ചാൽ ഈ വർഷം വെയിലായോണ്ട് ഏലം എല്ലായിടത്തും പോയി. അടുത്ത വർഷം ഏലക്കായ മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ സ്വർണത്തിന് തുല്യം വിലയായിരിക്കും. ഇപ്പൊ പൈസ ഉണ്ടെങ്കിൽ ഒരു 100 കിലോ 50 കിലോ സ്റ്റോക്ക് എടുത്ത് വെക്കുവാണെങ്കിൽ അടുത്ത വർഷം കോടീശ്വരാണ്. എന്റെ പൈസ ഇല്ല. ഞാനൊരു കുറച്ച് പൈസ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് ചോദിച്ചിട്ടുണ്ട്. തരുവാണെങ്കിൽ നമുക്കും തരുവാണെങ്കിൽ ഉറപ്പായി സ്റ്റോക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിരിക്കുക. എന്നുവെച്ചാൽ ഞാനും അങ്കമാടി തൊട്ട് ഒരുമിച്ച് പഠിച്ചാണ്. അങ്കമാടി തൊട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. 10th പ്ലസ് 2 വരെ ഒരുമിച്ച് പഠിച്ച. അപ്പൊ അവൻ എന്തെങ്കിലും പൈസക്ക് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വരുമ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അവൻ ഞാൻ പ്ലാൻ ചെയ്ത് പാർട്ട്ണർഷിപ്പില് എടുത്തു വെക്കാൻ മൊത്തം ഇരിക്കുക. അന്നേരം കൂട്ടുകാരനെ നിന്റെ സംരംഭം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മ ഇപ്പൊ നല്ല ബോൾഡ് ഏലക്കായ കിട്ടണമെങ്കിൽ 3000 രൂപ അടുത്ത് റേറ്റാ. അപ്പൊ നമ്മള് ഒരു 30 കിലോ എടുത്ത് വെച്ചോ. അപ്പൊ ഒരു 5000 രൂപ കിലോയ്ക്ക് വില വരുമ്പോ നമുക്ക് 2000 രൂപ 1 കിലോ ലാഭം കിട്ടി. മനസ്സിലായോ? അങ്ങനെയാണ്. പക്ഷെ അത് കേടൊന്നും നല്ല പൊന്നുപോലെ നോക്കണം, സൂക്ഷിച്ചു പറക്കി വെക്കണം, പൂപ്പലൊന്നും പിടിക്കാതെ. പാർക്കിങ്ങിൽ സാധനങ്ങൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഇവര് എല്ലാം കൂടെ പാക്ക് ചെയ്ത് വെച്ചോ. 2 പേർ അഡ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ട് സാധനം 2 പേർക്ക് മാറിപ്പോയി. പിന്നെ എന്നിട്ട് ഒരു വിധത്തിൽ സെറ്റ് ചെയ്തു സംഭവം. അപ്പം ഇത് അയക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും സാധനം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇലത്തൈലുണ്ട്, തേയിലയുണ്ട്, കാപ്പിപ്പൊടി, മഞ്ഞപ്പൊടി, കൂവപ്പൊടി, ചെറുതേന്, വന്തേന്, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, പിന്നെ എന്നാ ഉള്ളേ കൊടംപുളി, വാളംപുളി, എല്ലാ കൂട്ടവും ഉണ്ട്. എല്ലാ കൂട്ട സാധനമുണ്ട്. കൂവപ്പൊടിക്ക് നല്ല ചെലവാരാ ഇപ്പൊ. കൂവപ്പൊടി ഭയങ്കര വെയിലായോണ്ടേ കൂവപ്പൊടി കഴിക്കുന്നത് നല്ലതാണ്, ശരീരത്തിന് തണുപ്പ് കിട്ടും.
അന്ന് കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിനെക്കാട്ടിലും 100-300 രൂപ റേറ്റ് കൂടി. റേറ്റ് കൂടി എന്നാ പറയാ, ശരീരത്തിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയേ മിക്കവരും അത് മേടിച്ച് കഴിക്കും. ഇവിടെ നമ്മളും ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കൂവപ്പൊടി വെള്ളത്തിൽ കലക്കാന്ന് വരും. അത് ഈ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നവർക്കും മൂത്രത്തിക്കല്ലുള്ളവർക്കും മൂത്രത്തിൽ പഴുപ്പിനും ഒക്കെ ഏറ്റവും നല്ലതാണ് കൂവപ്പൊടി. പോയിട്ട് വരാവേ. പോയിട്ട് വാ. ബൈക്കിലാണോ പോന്നേ? ഓട്ടോയും ഇത് ബൈക്കിൽ വെച്ചോണ്ട് പോകാൻ പാടല്ലേ, ചെടിയെല്ലാം വാടി. വെയില. ഇപ്പൊ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും യുദ്ധത്തിന് പോവാണ്. അതെ. വയറ് നിറഞ്ഞോ? വയറൊക്കെ നിറഞ്ഞു. പപ്പ നല്ല മാങ്ങാ സമ്മതിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായത് കേട്ടോ. അതൊക്കെ കൂട്ടി പപ്പാ ചോറ് വെച്ചത്. പപ്പ ഇന്ന് ചോറ് വെച്ചത് മാങ്ങാ സമ്മതി അരച്ച് വെച്ചു. ഇച്ചിരി മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ കൂട്ടി കഴിച്ചു. ഇനിയിപ്പം നമുക്ക് വരുന്ന വഴി, ഞങ്ങൾ വരുന്ന സമയത്താണ് പാലുണ്ടി വരുന്നത്. എന്നിട്ട് പാലും കൂടെ മേടിച്ചോണ്ട് വരാം. പണിക്കാരെല്ലാം പോയി. 2 മണിയാകുമ്പോൾ അവിടെ എത്തണമെന്നാണ് പറഞ്ഞത്. ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം അങ്ങോട്ട് കടന്നു പോയി. ഞാനാ ലാസ്റ്റ്. ഞാൻ ഇനി ഓടിയാലേ അവിടെ എത്തുള്ളൂ 2 മണിയാകുമ്പോഴത്തേന്. അതുകൊണ്ട് ഞാൻ പോവാട്ടാ. ശരി എന്നാ.